പുസ്തകത്തിൽ 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനഭാഗത്തിൽ ഇപ്രകാരം കാണുന്നു: പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ സാമാന്യരും പഠിപ്പില്ലാത്തവരുമെന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടുവെന്ന്. അപ്പോൾ ഈ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം, അവർക്ക് എങ്ങനെ ധൈര്യമുണ്ടായെന്നാൽ അഭിഷേകത്തിന്റെ നിറവില് തന്റെ പിതാവിൻ്റെയോട് കൂടെ ചേർന്നിരുന്ന് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ദൈവം വിശ്വസ്തനെന്ന്, ഞങ്ങൾ ഏത് പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും വിടുവിപ്പാൻ സർവശക്തനെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ആ വിശ്വാസത്താൽ നമ്മൾ നിന്നാൽ നമുക്കൊരു വല്ലാത്തൊരു ധൈര്യം, ഒരു ബലം കർത്താവ് തരും. ഈ രോഗാവസ്ഥയില് കർത്താവ് എന്നോട് സംസാരിച്ചു, നിന്നെ ഞാൻ സർജറിക്ക് വിട്ടുകൊടുക്കയില്ല എന്ന് ഞാൻ വിശ്വസിച്ചു. എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെങ്കിലും ഞാൻ വചനങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്തു. എന്നാൽ സർജറിക്ക് മുന്നേ എന്നെ അവിടെ നിന്ന് ഒരു ചുമ വന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്യുകയും പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല. ധൈര്യത്തോടെ കർത്താവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നതായ ആ രോഗാവസ്ഥകളൊക്കെയും കുറച്ചു നാൾ മാറി നിന്നു. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പിന്നെയും ഞാൻ ടെസ്റ്റിനൊന്നും പോയില്ല. CA-99 എന്ന് പറയുന്ന ഒരു ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൗണ്ടൊക്കെ വളരെ കൂടുതലായിരുന്നു, 315 ആയിരുന്നു. ഒരു ടെസ്റ്റും ചെയ്യാതെ, അത് 37 നമ്മൾക്ക് പാടുള്ളൂ, ഒരു ടെസ്റ്റും ചെയ്യാതെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ അത് 60 വരെ എൻ്റെ കൗണ്ട് കുറഞ്ഞു വന്നു. പിന്നെ ഞാൻ ഒരു ടെസ്റ്റും ചെയ്തില്ല. എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കി എന്നൊക്കെയും വിശ്വസിച്ചിരിക്കുമ്പോൾ ചില മാസങ്ങൾക്ക് മുൻപ് പിന്നത്തെ എൻ്റെ ശരീരത്തിൽ എൻ്റെ വയറൊക്കെ വീർത്തു വരികയും കാല് ഭയങ്കര നീര് വരികയും എനിക്ക് ആഹാരം വേണ്ട, അങ്ങനെയൊക്കെ ഒട്ടും വയ്യാത്തൊരവസ്ഥയിലേക്ക് ഞാൻ കടന്നു വരുവാനിടയായി. എൻ്റെ പപ്പ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ട് 4 വർഷമായി. എൻ്റെ അമ്മ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ട് 1 വർഷം കഴിഞ്ഞു. എന്നെ സഹായിപ്പാൻ ഞാനും എൻ്റെ മകനുമാണ്. എന്നെ സഹായിപ്പാൻ ആരുമില്ല. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ മാത്രമാണ് എന്നെ സഹായിപ്പാനുള്ളത്. അതുകൊണ്ട് ഞാൻ ഏറ്റവും അഭിമാനിക്കുന്നു, ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നു. എന്നാൽ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. ഞാൻ പറഞ്ഞു, എന്നെ യേശുപ്പച്ച, എന്നൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആരുമില്ല, എനിക്ക് വേണ്ടി സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുവാൻ ആരുമില്ല. അപ്പച്ച, എൻ്റെ കർത്താവെ, അങ്ങനെ ബലപ്പെടുത്തണം. പിന്നെ ഒരു മനസ്സിൽ വലിയൊരു ധൈര്യമുണ്ട്, ജീവിച്ചാൽ എൻ്റെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം, ഇല്ലെങ്കിൽ കർത്താവെ അപ്പച്ച എനിക്ക് സ്വർഗത്തിൽ ഒരു ഇടം തരണമേ എന്ന് എപ്പോഴും അതെൻ്റെ പ്രാർത്ഥനയാണ്. എന്നാൽ ആ കാലിൽ നീരിന്റെ അവസ്ഥകളും ഇങ്ങനെ വയറൊക്കെ വീർത്ത് വല്ലാത്ത അവസ്ഥകളിലൊക്കെ നിന്നപ്പോൾ കർത്താവ് അതിനൊരു പാട്ട് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ തരുവാനിടയായി: മുൻപിലൊരു ചോടുവെപ്പാൻ മാത്രമീട കാണുന്നു ഞാൻ, ആയതു മതിയെനിക്ക്, ബാക്കിയെല്ലാം ദൈവഗീതം. ഈ പാട്ടിന്റെ ഈ വരികൾ തന്നെ ഇങ്ങനെ പാടി പാടി എൻ്റെ